മത്സ്യബന്ധനത്തെ ചൊല്ലി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും ട്രോളിംഗ് തൊഴിലാളികളും സംഘർഷത്തിന്റെ വക്കിൽ. മത്സ്യസമ്പത്ത് കൊള്ളയടിക്കുന്ന തരത്തിലുള്ള അശാസ്ത്രീയ മത്സ്യബന്ധന രീതി വിലക്കണമെന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. സർക്കാർ പിന്തുണയ്ക്കാത്തതിനാൽ അത്തരം നീക്കങ്ങളെ കടലിൽ വെച്ചു തന്നെ തടയാൻ ഒരുങ്ങുകയാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളി യൂണിയൻ. ഇനി ഗവൺമെന്റിന്റെ രീതിയിൽ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള രീതിയിൽ നിൽക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. ഞങ്ങളുടെ വയറ്റത്ത് അടിക്കാൻ വരുന്നവൻ്റെ കരണത്തടിക്കാനുള്ള തീരുമാനമാണ് ഞങ്ങൾ എടുത്തേക്കണത്. ഞങ്ങളുടെ മേഖലയിൽ അവർ പണിയെടുക്കാൻ വന്നാൽ ശക്തമായ തിരിച്ചടി നമ്മളുടെ ഭാഗത്തുനിന്നുണ്ടാകും. ട്രോളിംഗ് നിരോധനം അവസാനിച്ചതോടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക കൂടിയാണ് ഉയർന്നിരിക്കുന്നത്. അനധികൃതവും മത്സ്യസമ്പത്തിനെ ബാധിക്കുന്നതും തരത്തിലുള്ള മീൻപിടുത്തം വലിയ ഭീഷണി ഈ മേഖലയിൽ ഉയർത്തിയിരിക്കുകയാണ്. കേരളത്തിന്റെ കടലോരം ഏതു നിമിഷവും സംഘർഷത്തിലാകാം. 52 ദിവസം നീണ്ട നിരോധന കാലത്തിനു ശേഷം മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം അവസാനിച്ചു. കെട്ടിയിട്ട 3500ഓളം ബോട്ടുകൾ കടലിൽ ഇറങ്ങി. എന്നാൽ ട്രോളിംഗ് ബോട്ടുകളും പരമ്പരാഗത മത്സ്യബന്ധന തൊഴിലാളികളും തമ്മിലുള്ള തർക്കം രൂക്ഷമായി തുടരുകയാണ്. നിരോധിച്ച വലകൾ ഉപയോഗിച്ചും അശാസ്ത്രീയമായ രീതി പിന്തുടർന്നുമുള്ള മത്സ്യബന്ധനത്തെയാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ എതിർക്കുന്നത്. ട്രോളിംഗ് ബോട്ടുകൾ ഇപ്പോൾ കയറ്റി വെച്ചിരിക്കുന്ന വലയെന്ന് വെച്ചാൽ പെലാജിക് വലകളാണ്. പെയർ ട്രോളിംഗ് ആണ് ഇവർ നടത്തുന്നത്. പിന്നെ ഗുജറാത്തി വല, ബാഹുബലി വല എന്നൊക്കെയുള്ള വലകളാണ് ട്രോളിംഗ് ബോട്ടുകൾ ഇപ്പോൾ കയറ്റി വെച്ചേക്കുന്നത്. ഇവർ കടൽ മുടിപ്പിക്കാനായിട്ടാണ് ഇപ്പോൾ പോകാൻ പോണത്. അത് നമുക്ക് നിർത്തലാക്കണം. അതിന് വേണ്ടിയിട്ട് പ്രത്യേക ഒരു ഫോഴ്സ് വേണം. അവരെ കൊണ്ട് ഈ അശാസ്ത്രീയമായ മത്സ്യബന്ധനം നടത്തുന്ന ആളുകളെ പിടിക്കണം. അവരെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. കേരള കടലിൽ സംസ്ഥാന വ്യാപകമായിട്ട് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ സംഘടന രൂപീകരിച്ച് അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സംസ്ഥാന പരിധിയിൽ ആര് വന്ന് മീൻ പിടിക്കാൻ ശ്രമിച്ചാലും അവരെയൊക്കെ നമ്മൾ പിടിച്ചിട്ട് നമ്മളായിട്ടുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. മഴ വേണ്ടത്ര ലഭിക്കാതിരുന്നതിനാൽ നിരോധന കാലത്ത് പരമ്പരാഗത തൊഴിലാളികൾക്ക് കാര്യമായ രീതിയിൽ മത്സ്യം കിട്ടിയില്ല. നിരോധനം നീക്കിയതോടെ മത്സ്യസമ്പത്ത് ഒന്നാകെ ട്രോളിംഗുകാർ കൊള്ളയടിക്കുമെന്നതാണ് ഇവരുടെ ആശങ്ക. ഉപരിതല മത്സ്യബന്ധന രീതിയല്ല നടക്കുന്നത്. അപ്പോൾ അടിത്തട്ട് കാലിക്കുള്ള മത്സ്യബന്ധനമാണ്. അവർ മൊത്തം വാരിക്കൊണ്ട് പോകും. അപ്പോൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെന്നുള്ള നിലയിൽ ഈ മേഖലയിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് ഈ ക്യാച്ച് കുറയും. അപ്പോൾ അതനുസരിച്ച് വരുമാനം കുറയുമല്ലോ. അതേസമയം ഇക്കുറിയും ഫൈബർ ബോട്ടുകൾ നിയമം ലംഘിച്ച് കടലിൽ ഇറങ്ങിയതായി പരാതിയുണ്ടായി. തമിഴ്നാട്ടിൽ നിന്നുള്ള ഫൈബർ ബോട്ടുകളെ നിരോധന കാലത്ത് കടലിൽ ഇറങ്ങാൻ അനുവദിക്കരുതെന്ന് കേരളത്തിലെ ബോട്ടുടമകൾ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും കാര്യമായ നടപടിയൊന്നും ഉണ്ടായില്ല. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകൾ പരിഹരിക്കപ്പെടുക തന്നെ വേണം. കടലിനെ മറ്റൊരു സംഘർഷഭൂമിയാക്കാൻ അനുവദിക്കുകയുമരുത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ അനൂപിനൊപ്പം മിഥുൻ അയ്യപ്പൻ, ജനം.